അപ്പോൾ ഈ ഭരണം വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ തന്നെ അത് ജോഷി പറയും. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ 30 വർഷത്തോളമായിട്ട് വ്യവസായ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് നടത്തുന്ന ആളാണ്. ഒരു ദിവസം കാലത്ത് കൊടുത്ത് അപേക്ഷ കൊടുത്ത് അവിടെ വന്ന് സ്കെച്ച് എടുത്ത് പിറ്റേ ദിവസം കിട്ടേണ്ട കാര്യമാണ്. ഒരു വർഷത്തോളമായി ഞാൻ ഇത് കാണിച്ചു തന്നില്ല ഇവർ വന്നിട്ട്. അപ്പോൾ അത് പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു, പിന്നെ നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് തരാൻ പറ്റുള്ളൂ. ഇങ്ങനെ നീട്ടി ഈ ഞായറാഴ്ച ഞാൻ രാവിലെ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു ഇത് കണ്ടു. നല്ല അദ്ദേഹത്തിൻ്റെ ആ വ്യവസായത്തോടുള്ള ഒരു കൺസെപ്റ്റ് യൂട്യൂബ് വീഡിയോ. അപ്പോൾ അതിൻ്റെ താഴെ എനിക്കൊരു പ്രതീക്ഷ വന്നു. ഞാൻ വെറുതെ ഒരു കമൻ്റ് ഇട്ടു, ഇങ്ങനെയൊക്കെയാണ് സർ ഈ നാട്ടിൽ നടക്കുന്നത്, നിങ്ങൾ അതിനൊരു മാറ്റം കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ പേരും ഫോൺ നമ്പറും ഞാൻ അതിലിട്ടു. ഒരു അരമണിക്കൂറിനുള്ളിൽ എനിക്കൊരു വാട്സാപ്പ് കോൾ വന്നേ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ PS ആണെന്നും പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. ഞാൻ ആദ്യം വിചാരിച്ചത് കളിയാക്കി ആരോ വിളിക്കണേ ആയിരിക്കും നമ്പർ കൊടുത്തുകൊണ്ട്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായത് ഒറിജിനൽ കോൾ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ഉദ്യോഗസ്ഥൻ്റെ നമ്പർ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്തു. ഫോൺ കട്ട് ചെയ്തു. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും വിളിച്ചു. ഞാൻ അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നാളെ തിങ്കളാഴ്ച നിങ്ങൾ ഈ ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട രേഖകൾ മേടിച്ചുകൊണ്ട് പോക്കോ, എല്ലാം ശരിയായിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ 50 വയസ്സായി. ഈ 50 വയസ്സിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട് കേരളത്തിൽ ഇനി വ്യവസായ സംരംഭകർക്ക് നല്ലൊരു അവസരമുണ്ട്. തീർച്ചയായിട്ടും വ്യവസായികൾക്ക് കേരളത്തിൽ ഇനി ധൈര്യമായിട്ട് സംരംഭം തുടങ്ങാം, ധൈര്യമായിട്ട് പോരെ എന്ന് പറയാനുള്ള ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നു.